യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചസ് ധ്യാനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കാം. ശേഷം ദൈവകൃപയാൽ വചനം പങ്കുവെക്കാം. സ്തുതിക്കുന്നു 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 കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കുന്നു. സ്തുതിക്കുന്നു 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 കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു 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 ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ വചന ശുശ്രൂഷയ്ക്കായി ശ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, അതുപോലെ ഞങ്ങളായിരിക്കുന്ന പ്രദേശത്തെയും ഞങ്ങളായിരിക്കുന്ന ഭവനത്തെയും ഈ നിമിഷം അതിന്റെ 4 ദിക്കുകളിലൂടെ ഈശോയെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആബപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യ 10:17 അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:1-2, ബാറൂക്ക് 4:1-2 അമ്മ മാതാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഈ നിമിഷം വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊലോസ്യസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈശോയെ സെന്റ് അഗസ്റ്റിനോട് ചേർന്ന് ഈശോയെ അങ്ങ് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെന്റ് അൽഫോൻസ് ലിഗോരിയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെന്റ് ജോൺ മരിയ വിയാനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സെന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെന്റ് ഇഫ്രേസിയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെന്റ് മോണിക്കയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെന്റ് ഡൊമിനിക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മിക്കാൽ മാലാഖയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. റഫായൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേഷ്യൻസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18-19, വെളിപാട് 12:11 വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7 അഭിഷേകത്തിൽ നിന്നുകൊണ്ടും മത്തായി 8:16 വചനത്തിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ടും ഈശോയെ 1 കൊരിന്തോസ് 1:10 സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഞങ്ങളിൽ ഓരോരുത്തരിലും ഞങ്ങളുടെ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അറിയിപ്പുകളെ എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:20 1 സാമുവേൽ 15:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എഫേഷ്യൻസ് 3:5 സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ യേശുനാമത്തിൽ 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 ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള അറിയിപ്പുകളെ സങ്കീർത്തനം 51:5 യേശുനാമം ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അഹങ്കാരത്തിൻ്റെതായ എല്ലാ സ്വാധീനങ്ങളെ ഏശയ്യ 14:9-14 വരെയുള്ള വചനത്തിലൂടെയും ജെറമ്യാ 9:23 1 കൊരിന്തോസ് 8:1 ജെറമ്യാ 50:31-32 ഒബേദ്യ 1-6 വരെയുള്ള വചനത്തിലൂടെയും സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ലൂക്ക 1:51 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, നാഹൂം 3:4, എസെക്കിയേൽ 20:7, മത്തായി 5:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികള് യോഹന്നാൻ 7:17-18 വചനത്തിലൂടെയും, യാക്കോബ് 4:16 സുഭാഷിതം 30:32 2 തിമോത്തി 2:16 എഫേഷ്യൻസ് 5:9 എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണത്തിന്റെ അരൂപികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാവിനെ നിർവീര്യമാക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അരൂപികള്, പ്രത്യേകിച്ച് വിദ്വേഷം, വെറുപ്പ് കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാ അത്തരം വേരുകളെ ഈശോയെ മത്തായി 15:13 പിഴുതു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. 34:5, ഹെബ്രായർ 12:14-15, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെ വചനത്തിലൂടെ, അപ്പസ്തോലനോട് 8:23 സങ്കീർത്തനം 109:3 എഫേഷ്യൻസ് 4:31 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലും വ്യർത്ഥമായ ചർച്ചകൾ മേലുള്ള അരൂപികള്, ഈശോ അതിലൂടെ വരുന്ന അസൂയും തർക്കങ്ങളും, 1 തിമോത്തി 1:6 2 തിമോത്തി 2:14 1 കൊരിന്ത്യസ് 3:3 തീത്തോസ് 3:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വ്യത്യസ്തമായ സുവിശേഷം, വ്യത്യസ്തമായ അരൂപികള്, ഈശോയെ അതിനെ കാരണമാകുന്ന എല്ലാ വ്യക്തികളിൽ മേൽ പ്രവർത്തിക്കുന്ന അരൂപികള്. ഗലാത്യ 1:6-7 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:14 എസെക്കിയേൽ 17:1-10 വരെയുള്ള വചനത്തിലൂടെയും, 2 തെസ്സലോനിക്ക 2:1-12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജ്ഞാനം 14:20-21 വചനത്തിലൂടെ, അപ്പസ്തോലമടി 12:21-21 വചനത്തിലൂടെ, ദാനിയേൽ 4:30 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ദാനിയേൽ 9:27 അരൂപികള്, 16:12 അരൂപികള് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യാജ ദർശനങ്ങള്, പ്രവചനങ്ങള്, സ്വപ്നങ്ങള്, അതിലൂടെയുള്ള സ്വാധീനങ്ങളെ വിലാപം 2:14 ജെറമ്യ 14:14 അപ്പസ്തോലനോട് 16:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതി. ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച, ഉദ്യോഗക്കയറ്റം, അതിനെല്ലാം തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളുടെ ദൈവിക പദ്ധതികളെയും വ്യക്തികളുടെ ഉയർച്ചയും തടസ്സപ്പെടുത്താൻ കൂട്ടത്തോടെ നാഹൂം 1:9-12 വരെയുള്ള വചനത്തിലൂടെ, ഏശയ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെ, സങ്കീർത്തനം 21:11-12 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ദൈവികമല്ലാത്ത പല കരാറുകളിലൂടെ കടന്നു വരുന്ന സാമ്പത്തിക ആത്മീയ ബന്ധങ്ങളിലുള്ള തകർച്ചയുടെ മേലുള്ള അരൂപികളെ കൂട്ടത്തോടെ 2 കൊരിന്തോസ് 6:14 നിയമാവർത്തനം 7:3 ജോഷുവ 23:13 ന്യായാധിപൻ 14:3 ന്യായാധിപൻ 3:6 1 രാജാക്കന്മാർ 11:3-4 വചനത്തിലൂടെ, പുറപ്പാട് 34:15 നെഹെമ്യ 13:26 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നുണയിലൂടെ ആത്മാവിനെ നശിപ്പിക്കുന്ന അരൂപികളെ, ജ്ഞാനം 1:11 യോഹന്നാൻ 8:44 1 രാജാക്കന്മാർ 22:22 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഏശയ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. റോമ 11:8 ഏശയ്യ 29:10 ഈശോയെ
എല്ലാ തരത്തിലുള്ള നിദ്രാലസ രൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 1 തിമോത്തി 5:22 കടന്നു വരുന്ന രൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 എല്ലാ തരത്തിലുള്ള ഭയങ്ങളെ ജ്ഞാനം 17:1 മുതൽ 21 വരെയുള്ള വചനത്തിലൂടെയും ജോബ് 3:25 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന രൂപികളെ സങ്കീർത്തനം 50:18 ജ്ഞാനം 4:12 1 കൊരിന്ത്യർ 15:33 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 ഈശോയെ എല്ലാ തരത്തിലുള്ള അന്ധകാരത്തെ ബുദ്ധിയെയും ആത്മാവിനെയും ഈശോയെ സ്വാധീനിക്കുന്ന ഈ മേഖലകളെ 2 കൊരിന്ത്യർ 4:4 റോമ 1:21 എഫേഷ്യൻസ് 4:17-18 വചനത്തിലൂടെയും ജ്ഞാനം 2:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 ഫിലിപ്പിയ 3:19 റോമ 16:18 സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 ധനലാഭം എല്ലാത്തിലും കാണുന്ന ആ സ്വഭാവം അതിന്റെ മേലുള്ള അരൂപികളും ഈശോയെ കൊളോസസ് 3:5 1 തിമോത്തി 6:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 എല്ലാ തരത്തിലുള്ള അശുദ്ധ ആത്മാക്കളെ അസുഖങ്ങളുടെ മേലെ ആത്മീയ വളർച്ചയുടെ മേലെ കുടുംബത്തെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ഈ അശുദ്ധാത്മാക്കളുടെ അരൂപികളെ സക്രിയ 13:2 മർക്കോസ് 1:21 മുതൽ 28 വരെ വചനത്തിലൂടെ മർക്കോസ് 5:1 മുതൽ 20 വരെയുള്ള വചനത്തിലൂടെ മർക്കോസ് 9:10 മുതൽ 14 മുതൽ 29 വരെയുള്ള വചനത്തിലൂടെ തോബിത്ത് 3:10 തോബിത്ത് 3:17 തോബിത്ത് 8:1 മുതൽ 4 വരെ വചനത്തിലൂടെ സങ്കീർത്തനം 107 19 20 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലും കുറ്റാരോപണത്തിന്റെ രൂപികളെ സക്രിയ 3:1 വെളിപാട് 12:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ 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 യോഹന്നാൻ 10:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. റോമ 3:14 15 16 വചനത്തിലൂടെ ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 ഈശോയെ ദൈവസ്നേഹം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 പ്രൈസ് യു ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 പ്രൈസ് യു ജീസസ് ഹല്ലേലൂയ 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 ആരാധന മഹത്വം 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 ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സക്രിയ 12:10 എല്ലാ തരത്തിലുള്ള കൃപകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗലാത്യ 5:20 യാക്കോബ് 3:17 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 കൊളോസസ് 4:3 ഈശോയെ വചനത്തിന്റെ കവാടം തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏശയ്യ 66:2 ഏശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇന്ന് നാം ധ്യാനിക്കുക ലൂക്ക 17:13. ലൂക്ക
17-13. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. ദൈവം തന്റെ സ്നേഹം ഉടമ്പടികളിലൂടെ ആണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആദ്യത്തെ ഉടമ്പടി അത് ആദാമിലൂടെയാണ്. ദൈവം മനുഷ്യനെ തന്റെ സൗന്ദര്യത്തിലാണ് സൃഷ്ടിച്ചത്. അതായത് വിശുദ്ധിയിലും അനശ്വരതയിലും നീതിയിലും സ്വാതന്ത്ര്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അതാണ് ആ സൗന്ദര്യം. ഉൽപ്പത്തി 1:26. ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. എഫേഷ്യൻസ് 4:24. എഫേസൂസ് 4:24. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രഭാഷകൻ 15:14. പ്രഭാഷകൻ 15:14. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. ജ്ഞാനം 2:23. ജ്ഞാനം 2:23. നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ജ്ഞാനം 1:14-15. ജ്ഞാനം 1:14-15 തിരുവചനങ്ങൾ. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. മാരകവിഷം അവയിലില്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. നീതി അനശ്വരമാണ്. ഈ സൗന്ദര്യത്തിൽ നിന്ന്, അതായത് വിശുദ്ധിയുടെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അനശ്വരതയുടെയും സൗന്ദര്യത്തിൽ നിന്ന് മനുഷ്യൻ സ്വന്തം ഇച്ഛാനുസരണമാണ് വീണുപോയത്. തീരുമാനം മനുഷ്യൻ്റെതായത്. നിയമാവർത്തനം 30:15-17 വരെ. നിയമാവർത്തനം 30:15-17 വരെ തിരുവചനങ്ങൾ. ഇതാ, ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കും. പ്രഭാഷകൻ 15:17. പ്രഭാഷകൻ 15:17. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. യാക്കോബ് 1:14-15. യാക്കോബ് 1:14-15 തിരുവചനങ്ങൾ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാക്കുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ജോബ് 15:35. ജോബ് 15:35.
അവർ ദ്രോഹം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു. അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു. സങ്കീർത്തനം 7:14. സങ്കീർത്തനങ്ങൾ 7:14. ഇതാ, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. ഏശയ്യ 59:4. യേശയ്യ 59:4. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല, സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. മനുഷ്യൻ തന്റെ ഇച്ഛാനുസരണം പാപത്തിൽ വീണ് ദൈവത്തിൽ നിന്ന് അകന്നിട്ടും ദൈവം തന്റെ ഉടമ്പടിയിലൂടെ മനുഷ്യനിൽ നിന്ന് അകലുന്നില്ല. രക്ഷയുടെ വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി 3:15. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവം മനുഷ്യനായി ബന്ധം തുടരാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഉടമ്പടികളിൽ ഏർപ്പെടുന്നത്. ഈ ആദ്യ ഉടമ്പടി പിന്നീട് വരുന്ന എല്ലാ ഉടമ്പടികളുടെയും ഒരു ആധാരമാണ്. കാരണം ഈ സൗന്ദര്യത്തെ തിരിച്ച് മനുഷ്യന് കൊടുക്കുക, അതായത് വിശുദ്ധിയും അനശ്വരതയും നീതിയും സ്വാതന്ത്ര്യവും മനുഷ്യന് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും വലിയൊരു അടയാളമാണ്. ഈ ഉടമ്പടികളുടെ എല്ലാം ഒരു കാതലായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ദൈവം തന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടികളിലെ ഒരു മുദ്രാവാക്യം പോലെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാട് 6:7. പുറപ്പാട് 6:7. ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ജെറമിയ 31:33. ജെറമിയ 31:33. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രയേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. ഹെബ്രായർ 8:10. ഹെബ്രായർ 8:10. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എന്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. അതിനായി ഈശോ ചെയ്യുന്ന വലിയ സമർപ്പണത്തെ കുറിച്ചാണ് എഫേഷ്യൻസ് 5:2 നാം വായിക്കുക. എഫേസോസ് 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. വെളിപാട് 21:3. വെളിപാട് 21:3. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും.
ഈ സ്നേഹം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ ഈ കരുണ വളരെ അനന്തമാണ്. അതാണ് നമ്മൾ തിരുവചനത്തിൽ ഉടനീളെ കാണുന്നത്. അത് അനുഭവിച്ചവര് എന്താ പറയുക? അതാണ് ജ്ഞാനം 15:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ജ്ഞാനം 15:1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. യോന 4:2. യോന 4:2. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീശിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 130:7. സങ്കീർത്തനങ്ങൾ 130:7. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. സങ്കീർത്തനം 103:8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 103:8 മുതൽ 11 വരെ തിരുവചനങ്ങൾ. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. പുറപ്പാട് 34:6. പുറപ്പാട് 34:6. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. വിലാപങ്ങൾ 3:22. വിലാപങ്ങൾ 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. സങ്കീർത്തനം 86:5. സങ്കീർത്തനങ്ങൾ 86:5. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. സങ്കീർത്തനം 86:15. സങ്കീർത്തനങ്ങൾ 86:15. എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. സങ്കീർത്തനം 145:8. സങ്കീർത്തനങ്ങൾ 145:8. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ദൈവം 6 ഉടമ്പടികളിലൂടെയാണ് നമ്മെ സ്നേഹിക്കുന്നത്. ആദാമായിട്ടുള്ള ഉടമ്പടി, നോഹയായിട്ടുള്ള ഉടമ്പടി, അബ്രാഹമായിട്ടുള്ള ഉടമ്പടി, മോശയായിട്ടുള്ള ഉടമ്പടി, ദാവീദായിട്ടുള്ള ഉടമ്പടി, അതിൻ്റെ അവസാനം ഈശോയുടെ പുതിയ ഉടമ്പടി. ഈ സ്നേഹം നാം അനുഭവിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഉടമ്പടികളിലെല്ലാം വന്നിട്ടുള്ള കുറവുകള്,
ആ വ്യക്തികളിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ നമ്മളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് നാം കാണുക ആദാമും ഹവ്വയുടെയും പതനത്തിൽ നിന്നുള്ള ചില പാഠങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ പതനമുണ്ടായത്? ഈ പതനം നമുക്കുണ്ടാകുമോ? ആദ്യത്തെ കാരണം ദൈവവചനത്തിന്റെ വികൃതീകരണമാണ്. 2 കൊരിന്തോസ് 11:3. 2 കൊരിന്തോസ് 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉൽപ്പത്തി 3:1 പിശാച് ഒരു തന്ത്രപരമായ ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. ഉൽപ്പത്തി 3:1. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഹവ്വയോട് ചോദിച്ചത്? ഹവ്വ എന്താണ് ഉത്തരം പറയുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഹവ്വയോട് ഈ ചോദ്യം ചോദിച്ചത്. ഉൽപ്പത്തി 3:3. ഉൽപ്പത്തി 3:3. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ ഫലം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ദൈവവചനത്തിന്റെ വികൃതീകരണം കിടക്കുന്നത്. ദൈവം പറഞ്ഞതിന് അപ്പുറം കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ചെയ്തത്. വാസ്തവത്തില് ദൈവം എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി 2:17. ഉൽപ്പത്തി 2:17. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവം ആ മരത്തിന്റെ പഴം തൊടുക പോലും അരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഹവ്വയുടെ കൂട്ടിച്ചേർക്കലാണ്. ഇതിലൂടെയാണ് ഈ വികൃതീകരണത്തിന്റെ സ്വാധീനം ഉണ്ടാകുന്നത്. ദൈവം ഇത് അനുവദിക്കുന്നതല്ല. നിയമാവർത്തനം 4:2. നിയമാവർത്തനം 4:2. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. വെളിപാട് 1:11 തന്ന എല്ലാ ദർശനങ്ങളും അതേപോലെ തന്നെ നിലനിർത്തണമെന്ന് വെളിപാട് 22:19 പറയുന്നു. വെളിപാട് 22:19. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. കാരണം സത്യത്തെ അംശങ്ങൾ എടുത്ത് മാറ്റി നുണ കയറ്റി ചേർക്കുക എന്നുള്ളത് പിശാചിന്റെ ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കമാണ്. കാരണം വചനം സത്യമാണ്. സുഭാഷിതം 30:5. സുഭാഷിതങ്ങൾ 30:5. ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ഈ അഭയ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കുക എന്നുള്ളത് അസത്യത്തെ കൂട്ടിച്ചേർക്കുന്ന വഴിയാക്കാം. അതുകൊണ്ട് ഈ സത്യത്തെ അതുപോലെ തന്നെ എപ്പോഴും സ്വീകരിക്കണം. വെളിപാട് 22:6. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ
വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നുണയനായിട്ട് മാറും. കാരണം നുണയന്റെ പിതാവാണല്ലോ ഇത് പ്രേരിപ്പിക്കുന്നത്. സുഭാഷിതം 30:6. സുഭാഷിതങ്ങൾ 30:6. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. കാരണം നുണ ആത്മാവിനെ നശിപ്പിക്കും. ജ്ഞാനം 1:11. ജ്ഞാനം 1:11. നിഷ്പ്രയോജനകരമായ മുറുമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്. രഹസ്യം പരച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നുണയുടെ ഉറവിടം പിശാചാണ്. യോഹന്നാൻ 8:44. യോഹന്നാൻ 8:44. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. 1 രാജാക്കന്മാർ 22:22. 1 രാജാക്കന്മാർ 22:22. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും, പോയി അങ്ങനെ ചെയ്യൂ. ഈ നുണയുടെ വശീകരണം വളരെയധികം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നുണയാണ് മനുഷ്യൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 2 തിമോത്തി 4:3-4. 2 തിമോത്തി 4:3-4 തിരുവചനങ്ങൾ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഒമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. ഏശയ്യ 30:10. യേശയ്യ 30:10. ദർശിക്കരുത് എന്ന ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മറിച്ച് കേൾക്കാൻ ഇൻപമുള്ളതും മിഥ്യമായിട്ടുള്ളതും മാത്രം പറയുക, നേർവഴി വിട്ടുപോവുക, മാർഗത്തിൽ നിന്ന് പിന്തിരിയുക. ഇസ്രായേലിന്റെ പരിശുദ്ധനെ പറ്റി ഇനി ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകന്മാരോടും അവർ പറയുന്നു. ഈ കേൾക്കാൻ ഇമ്പമുള്ളതാക്കണമെങ്കിൽ മായം ചേർക്കേണ്ടി വരും. അത് സത്യത്തിൽ നിന്ന് മാറ്റുന്നതാണ്. 2 കൊറിന്തോസ് 2:17. 2 കൊറിന്തോസ് 2:17. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. കേൾക്കാൻ മുമ്പുള്ളത് മാത്രം കേട്ട് നടന്നാല് അസത്യത്തിന്റെ അടിമത്തത്തിലേക്ക് വരും. റോമ 1:18. റോമ 1:18. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ഇങ്ങനെ കേൾക്കാൻ ഇമ്പമുള്ളതില് പരിചിതമായ പിന്നെ മായം ചേർക്കാത്ത വചനം കഠിനമായി തോന്നുകയും അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അതിന് യോഹന്നാൻ 6:60 നാം വായിക്കുന്നു. യോഹന്നാൻ
60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? ഈ വചനം കഠിനമാകുന്നത് ലോകാസക്തി കൊണ്ടാണ്. 2 തിമോത്തി 4:10. 2 തിമോത്തി 4:10. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിയയിലേക്ക് പോയിരിക്കുന്നു. ക്രസ്കസ് ഗലാത്യയിലേക്കും തീത്തോസ് ദൽമാത്യയിലേക്കും പോയി കഴിഞ്ഞു. ദൈവവചനത്തിന്റെ വികൃതീകരണത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ സാരാംശമായ സത്യത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. സങ്കീർത്തനം 119:160. സങ്കീർത്തനങ്ങൾ 119, 160. അങ്ങയുടെ വചനത്തിന്റെ സാരാംശം സത്യം തന്നെയാണ്. അങ്ങയുടെ നിയമങ്ങൾ നീതിയുക്തമാണ്. അവ എന്നേക്കും നിലനിൽക്കുന്നു. ഈ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ നുണയുടെ ആത്മാവ് വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുക. യോഹന്നാൻ 17:17. യോഹന്നാൻ 17:17. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എഫേസൂസ് 5:26. എഫേസൂസ് 5:26. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഈശോ സ്വയം വെളിപ്പെടുത്തിയത് സത്യമെന്നല്ലേ? യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ സത്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സൗന്ദര്യം, അതായത് സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യത്തിലേക്ക് നമ്മെ നയിക്കുക. അത് തന്നെയാണ് നമ്മൾ അനശ്വരതയിലേക്കും നയിക്കുക. അത് തന്നെയാണ് നമ്മെ നീതിയിലേക്കും നയിക്കുക. അതൊക്കെയാണ് നാം യോഹന്നാൻ 8:32 യോഹന്നാൻ 8:36 ഗലാത്യ 5:1 നാം വായിക്കുന്നത്. യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഗലാത്യ 5:1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഈ സത്യം നാം സ്വീകരിക്കുമ്പോൾ ആത്മാവാകുന്ന കർത്താവിനെയാണ് നാം ഹൃദയത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ദൈവം വാഗ്ദാനം ചെയ്ത സ്വാതന്ത്ര്യത്തിന്റെ വലിയ തലങ്ങളിലേക്ക് നാം കടന്നുപോകും. ആണ് 2 കൊരിന്തോസ് 3:17 നാം വായിക്കുന്നത്. 2 കൊരിന്തോസ് 3:17. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യമുള്ളവരാണ് ആത്മാവിലും സത്യത്തിലും ആരോപിക്കുന്നവരായി മാറുന്നത്. ആണ് യോഹന്നാൻ 4:23-24 നാം വായിക്കുന്നത്. യോഹന്നാൻ 4:23-24 തിരുവചനങ്ങൾ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ
ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോഴാണ് ആദാമിനുണ്ടായ ഉടമ്പടിയിലെ ഒറിജിനൽ ഗ്രേസ്, ആ ഒറിജിനൽ ഗ്രേസിലേക്ക് നമുക്കും തിരിച്ചു വരാം. അത് ദൈവായിക്യത്തിന്റെ അവസ്ഥയാണ്, ദൈവിക സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ്. അതിലേക്ക് നാം ഓരോരുത്തർക്കും യേശുമിശിഹായോട് ക്ഷണമുണ്ട്. 1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇനി ആദാമിനും ഹവ്വയ്ക്കും പറ്റിയ വലിയൊരു അബദ്ധമുണ്ട്. ഈ അബദ്ധത്തിലൂടെ ദൈവം നമുക്ക് ചില പാഠങ്ങൾ തരുന്നുണ്ട്. അവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ദൈവത്തെ സമീപിക്കാതിരിക്കുക. ഉൽപ്പത്തി 3:8. ഉൽപ്പത്തി 3:8. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. മനുഷ്യ തിന്മയുടെ ഘട്ടങ്ങളാണ് നമുക്ക് റോമ 1:18 മുതൽ 32 വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ആദ്യത്തെ ഘട്ടമാണ് കേൾക്കുക, അതായത് അറിയുക. ദൈവം എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് നമുക്ക് റോമ 1:19-20 വചനത്തിൽ കാണാൻ സാധിക്കുക. റോമ 1:19-20 തിരുവചനങ്ങൾ. ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പിന്നെ വരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറുക. ഇതാണ് റോമ 1:21 മുതൽ 23 വരെ കാണാൻ സാധിക്കുക. റോമ 1:21 മുതൽ 23 വരെ തിരുവചനങ്ങൾ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇങ്ങനെ കൈമാറിയ അവസ്ഥയിലാണ് മനുഷ്യൻ തിന്മയുടെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുക. അതാണ് ഒളിക്കുക. റോമ 1:25. റോമ 1:25. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. ജ്ഞാനം 13:7. ജ്ഞാനം 13:7. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഈ ഒളിക്കുന്നത് ലോകാരൂപികളിലേക്കാണ്. യാക്കോബ് 4:4. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7.
റോമ 8:7. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. സാധിക്കാത്ത ഈ മനുഷ്യന്റെ അടുത്തേക്കാണ് ഉടമ്പടി സ്നേഹത്തിലൂടെ ദൈവം വീണ്ടും വീണ്ടും കടന്നു വരുന്നത്. ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നാം തുടർന്ന് വായിച്ചു പോകുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർ ഒരിക്കൽ പോലും ഇന്ന് നാം വായിച്ച വചനം പ്രകാരം അനുതാപത്തോടെ സ്വരം ഉയർത്തി യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നില്ല. ഇത് നമുക്കും സംഭവിക്കാം. നിലവിളികൾ ഇല്ലാത്ത ഒരു ആത്മീയത എവിടെയോ തങ്ങിക്കെടുക്കുന്ന ഒരു അവസ്ഥയാണ്. മരുഭൂമി പിതാക്കന്മാരും മാതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് ദൈവിക കണ്ണുനീരുണ്ടാവുക എന്നുള്ളത് രണ്ടാം മാമോദീസയാണെന്നാണ്. നമുക്ക് ദൈവിക കണ്ണുനീരുണ്ടോ? നമ്മുടെയോ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെയോ ദൈവിക സാമീപ്യം ഇല്ലാത്തപ്പോൾ നമ്മുടെ ആത്മാവ് നൊമ്പരപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം കരയുന്നത് അവരുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ, അവരുടെ ആത്മാവിന് വേണ്ടിയാണോ? കണ്ണുനീരില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവിക സ്നേഹം ഇല്ല എന്ന് തന്നെയാണ്. സങ്കീർത്തനം 34:17-18. സങ്കീർത്തനങ്ങൾ 34:17-18 തിരുവചനങ്ങൾ. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വിലാപം 2:19. വിലാപങ്ങൾ 2:19. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നെഹെമിയ 1:4. നെഹെമിയ 1:4. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്നു കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്വനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി സ്നേഹത്തിലൂടെ രാജകീയവും ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവിടെ വലിയൊരു ദൗത്യം നിലവിളിയുടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ജോയൽ 2:17. ജോയൽ 2:17. കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നത് എന്തിന്? ഈ ബലിപീഠത്തിലാണ് ബലിയായ കർത്താവ് ആത്മാവിൽ നൊമ്പരപ്പെട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. യോഹന്നാൻ 19:28. യോഹന്നാൻ 19:28. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞിരുന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഹെബ്രായർ 5:7. ഹെബ്രായർ 5:7.
7. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. വിശുദ്ധനായ അഫ്രേം പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ കണ്ണുകൾക്ക് കണ്ണുനീർ ഉറവകൾ തരണമേ. കർത്താവേ, നിന്റെ ദാഹം അണയ്ക്കുവാൻ. ഈ വിളി നമ്മുടെ ആത്മാവിലുണ്ടോ? എങ്കിൽ നാം ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാണ്. Praise the Lord. Praise the Lord.